എക്സാലോജിക് ഇടപാടിലെ ഇഡി റെയ്ഡിൽ സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ. ഇഡി പരിശോധനകളെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനമായി. വീണ ടിയുമായി ഒരു തരത്തിലുള്ള ഇടപാടും ഉണ്ടായിട്ടില്ലെന്ന് നിഖിൽ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞു. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സരീഷ്, അതായത് ഇഡി പരിശോധനയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് വിളിക്കുന്നു, നിഖിലിനെയും വിളിപ്പിക്കുന്നു. അതിലാണ് നിഖിലിനോട് കാര്യം തിരക്കുന്നുള്ളത്. ഈ നിഖിലിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കേട്ടതിന് ശേഷമാണ് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ നിഖിലിന് നൽകാൻ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നത്. ഇന്നലെയാണ് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ നിഖിൽ ഉൾപ്പെടെയുള്ള ചില ആളുകളുടെ വീടുകളിൽ ഇഡി പരിശോധന നടത്തുന്നത്. നിഖിൽ ആ സമയത്ത് ആ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് നിഖിലിനെ കൂട്ടിക്കൊണ്ടുവരികയും ഏതാണ്ട് ഒരു 10 മണിക്കൂറോളം നീളുന്ന പരിശോധന നടത്തുകയുമായിരുന്നു. ഒടുവിൽ ഇഡി സംഘം മടങ്ങുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് യോഗം, അപ്രതീക്ഷിതമായി വിളിച്ച യോഗമാണ്. അത് അടിയന്തര യോഗം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയും ഈ വിഷയം കൃത്യമായി അവലോകനം ചെയ്യുകയും ചെയ്തു. നിഖിലിനോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവരും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിൽ ആദ്യം ഈ നിഖിലിനോടാണ് കാര്യങ്ങൾ വിശദമായി ചോദിച്ചത്. കാരണം എന്ത് സാഹചര്യത്തിലാണ് ഈ ഇഡി പരിശോധന നടത്തിയത്, ഏതെങ്കിലും രീതിയിലുള്ള റെക്കോർഡുകളോ അതോടൊപ്പം തന്നെ അക്കൗണ്ട്സുകൾ ഉൾപ്പെടെയുള്ളവയോ പിടിച്ചെടുത്തിട്ടുണ്ടോ, എന്താണ് ഇഡി ഉദ്യോഗസ്ഥർ നിഖിലിനോട് ചോദിച്ചത്, ഏതെങ്കിലും രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, വീണയുമായി ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നായിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടത്. അത് പ്രകാരം നിഖിൽ കൃത്യമായി മറുപടി നൽകി. ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും വീണയുമായോ റിയാസുമായോ ഇല്ല. റിയാസുമായുള്ള അടുത്ത ബന്ധം അത് വീണയുമായുമുണ്ട്. കുടുംബ സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ സഹപാഠികളും ഒക്കെ ആയിരുന്നവരാണ്. അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഏറെക്കാലമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി ഒരു തരത്തിലുള്ള പിന്തുണയോ ഒരു തരത്തിലുള്ള ക്രയവിക്രയമോ ഉണ്ടായിട്ടില്ല. വീണയുമായി ചേർന്ന് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിക്ഷേപമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടുകളോ ഉണ്ടായിട്ടില്ല എന്ന് നിഖിൽ പൂർണ്ണമായി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി രാഷ്ട്രീയ വേട്ടയാടലാണ്. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഈ ഇഡി പരിശോധന നടത്തിയത് എന്ന് നിഖിൽ കൃത്യമായി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചു. അതിന്റെ തുടർന്നാണ് നിഖിലിനെയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐ നേതാക്കളെയും പൂർണ്ണമായി സംരക്ഷിക്കണം എന്നൊരു തീരുമാനം സിപിഎം കൈക്കൊണ്ടിരിക്കുന്നത്. നിയമപരമായും രാഷ്ട്രീയപരമായും സംരക്ഷിക്കുക എന്നൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് സിപിഎം പോകുന്നത്. ഇന്നലെ തന്നെ നിഖിലിന്റെ വീട്ടിൽ പരിശോധന നടത്തുമ്പോൾ സിപിഎം ജില്ലാ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ മുതിർന്ന നേതാക്കളും എല്ലാം അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇന്നലെ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കൃത്യമായി അവലോകന യോഗം ചേരുന്നു. പാർട്ടിയുടെ നിലപാട് എന്താണ് എന്ന് ഇതിൽ യോഗത്തിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിഖിൽ ഉൾപ്പെടെയുള്ളവർക്ക് പാർട്ടി പൂർണ്ണമായ ഒരു പിന്തുണ നൽകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിഖിൽ ഒരു തരത്തിലും ഈ ഇഡി പരിശോധനയുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല, വീണ ടിയുമായി ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമില്ല എന്നുകൂടി പാർട്ടിയെ അറിയിച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും രാഷ്ട്രീയപരമായാണ് നിലപാടെങ്കിൽ അങ്ങനെ തന്നെ പ്രതിരോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനമെന്ന് എം വി ഗോവിന്ദൻ ഉൾപ്പെടെ പറഞ്ഞ സാഹചര്യത്തിലാണ് നിഖിലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുള്ളത്.